ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ സുൽത്താൻ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണി. നിരോധിത ലഹരി മരുന്നുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് സുൽത്താൻ എന്ന എക്സൈസിന്റെ കണ്ടെത്തൽ. പ്രതിയുടെ വിദേശയാത്രാ വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങി. ആലപ്പുഴയിൽ നിന്ന് YS അഭിനന്ദ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ എക്സൈസ് ഇപ്പോൾ നൽകുന്നത് ഈ സുൽത്താനുമായി ബന്ധപ്പെട്ട്? കഞ്ചാവുമായാണ് തസ്ലീമ സുൽത്താനെയും കൂട്ടാളി ഫിറോസും ആലപ്പുഴയിൽ നിന്ന് പിടിയിലാകുന്നത്. നിലവിൽ ഇപ്പോൾ രണ്ടുപേരും എക്സൈസ് കസ്റ്റഡിയിലാണുള്ളത്. അതിനുശേഷം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എക്സൈസ് സംഘം വിശദമായി ചോദ്യം ചെയ്തിട്ടും ഉറവിടവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിവരവും എക്സൈസിന് നൽകിയിരുന്നില്ല. പക്ഷേ ഇവരുടെ വാട്സപ്പ് ചാറ്റിലടക്കം ശാസ്ത്രത്തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സുൽത്താനെ പിടിയിലാകുന്നത്. തമിഴ്നാട് സ്വദേശിയാണ് ഇയാൾ. ഇലക്ട്രോണിക് സ്ഥാപനം തമിഴ്നാട്ടിൽ നടത്തുന്നതുമുണ്ട്. തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. തസ്ലീമയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ഇത്തരത്തിലേക്ക് ഒളിവിൽ പോയത്. ഇപ്പോൾ എക്സൈസ് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണി എന്നുള്ളതാണ്. സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ എന്നീ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് നിരോധിത ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ നൽകുന്നത്. സിനിമാ മേഖലയിലേക്ക് ഇത് വിതരണം ചെയ്യുന്നത് തസ്ലീമയാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും പ്രധാനമായും ഇത് വിദേശ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ എക്സൈസ് നടത്തുന്നത്. മലേഷ്യ യാത്രയാണ് അവസാനമായി ഇയാൾ നടത്തിയത്. അതിനുശേഷം തിരിച്ചതിനു ശേഷം പുതിയ പാസ്പോർട്ടും ഉപയോഗിച്ചിരുന്നു. മലേഷ്യയിൽ നിന്ന് 6.5 കിലോ കഞ്ചാവാണ് ഒടുവിൽ ഇയാൾ കൊണ്ടുവരുന്നത്. 3 കിലോ കഞ്ചാവുമായിട്ടാണ് തസ്ലീമ പിടിയിലാകുന്നത്. ബാക്കി 3.5 കിലോ കഞ്ചാവ് എങ്ങോട്ടേക്ക് എന്നുള്ളതിന്റെ വിശദമായ അന്വേഷണം ഇപ്പോൾ എക്സൈസ് നടത്തുന്നുണ്ട്. ഈ വിദേശത്തേക്ക് ഇദ്ദേഹം പോകുന്നത് ഒരു ഇലക്ട്രോണിക് സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. പൂർണ്ണമായും നിരീക്ഷണത്തിലായിരുന്നു. ഈ എക്സൈസ് സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഈ തസ്ലീമയോ ഫിറോസോ മൊഴിയിൽ നൽകിയിരുന്നില്ല. എന്തായാലും ഈ തമിഴ്നാട് സ്വദേശിയായ സുൽത്താനെ അല്പസമയത്തിനും തന്നെ ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഓഫീസിലെത്തിക്കും. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശദമായ അന്വേഷണം ഇവരെ 3 പേരെ എടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം സിനിമാ മേഖലയിലടക്കം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. YS അഭിനന്ദാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.